സോഷ്യൽ മീഡിയയിൽ ഇനി വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ളത്. റീത്തിന്റെ ആള് ഞാൻ ആദ്യം പറഞ്ഞു പോയി. ആദ്യം പറഞ്ഞ ആളായിരിക്കും റീത്തിന് പറ്റിയ ആള് അതും ആളാണ്. ഓക്കെ, ഇനി നല്ല ഭംഗിയുള്ള കുറെ വെറൈറ്റി ഓഫ് നല്ല സ്മെല്ലുള്ള ഒരു പൂ ബൊക്കെ ആർക്ക് കൊടുക്കും? സിജോക്ക് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പൊ നമ്മള് റീസെന്റ് ഇപ്പൊ നമ്മുടെ സീസൺ എൻഡ് ചെയ്യാറായി. ആ സമയത്ത് തന്നെ ഒരുപാട് PR വർക്കുകള്, കുറെ പേര് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് അറ്റാക്കിങ് വരുന്നത്, ഇതൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? കാരണം ഇതൊരു സീസണിന്റെ തുടക്ക സമയത്ത് ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ വൈൽഡ് കയറുന്ന സമയത്താണെങ്കിലും അവിടെ ഇത്രയും ഒരു സ്ട്രോങ് PR വർക്ക്സ് ഉണ്ടായിരുന്നില്ല. ഈ ഒരു സീസൺ എൻഡ് ചെയ്യുന്നതിന് തൊട്ടിട്ടാണ് കുറെ ആൾക്കാരുടെ PRs കയറി ഇടപെടാൻ തുടങ്ങിയത്. ഇതിനോട് എന്താ പറയാനുള്ളത്? PR ഒരു one way PR is good, the other way PR is bad. ഓക്കെ, രണ്ട് വേയിലും ഒരു കോയിന് രണ്ട് ഫേസ് ഉള്ള പോലെ ഉണ്ട്. നീ ചെയ്യുന്ന PR-ന്റെ അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ഇരിക്കുക. അതായത് ചില മാത്രമാണ് PR പോകുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് വേയിൽ തന്നെ പോകും. പക്ഷെ അകത്തുള്ള ആൾക്കാർ പോസിറ്റീവ് ആവാതെ നെഗറ്റീവ് ചെയ്തിട്ട് അത് പുറത്തേക്ക് ഒരു പോസിറ്റീവ്നെസ് ആക്കാൻ വേണ്ടി PR-കൾ വർക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ ചെയ്യുന്നുണ്ടാവല്ലോ. PR എന്ന് പറയുന്നത് അല്ല, PR എന്ന് പറയുന്നത് ഈ ഉള്ളിലുള്ള ആളിനെ അവർക്ക് ഏറ്റവും മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുന്ന ആൾക്കാരാണ് പുറത്തെ PR. അല്ലെങ്കിൽ അവരെ ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ പോസിറ്റീവ്നെസ് കാണിക്കുക, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. അതിനാണല്ലോ PR ഇരിക്കുന്നത്. അല്ലെങ്കിൽ അവരെ നെഗ് മാത്രം അടിക്കാനാണെങ്കിൽ എന്തിനാണ് PR? ആള് വെക്കത്തില്ലല്ലോ. അപ്പം എനിക്കിതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എന്ത് ചെയ്താലും അറ്റാക്ക് ചെയ്തിട്ട് ബുദ്ധിമുട്ട് വരുത്തരുത് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് പോകുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ആരും ചെയ്യരുത്. നമ്മള് അറ്റ് ലാസ്റ്റ് വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്. അപ്പം അത് ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യുവാണെങ്കിലും ചെയ്യാം. ഓക്കെ, ഇപ്പം കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടൻ വന്നിട്ട് ചോദിച്ചൊരു മെയിൻ ചോദ്യമാണ്, അതായത് അതിനകത്ത് പ്യുവർ ലക്ക് കൊണ്ടോ അല്ലെങ്കിൽ നോമിനേഷൻ ഫ്രീ വന്നത് കൊണ്ടോ മാത്രം നിൽക്കുന്ന രണ്ട് കണ്ടസ്റ്റന്റ് ആരാന്നൊക്കെ പറഞ്ഞൊരു ടാസ്ക് തന്നെ. ഞാൻ ആ ടാസ്ക് പറയാം. ഒരു രണ്ടുപേരുടെ പേര് പറയാൻ പറഞ്ഞാൽ. ലക്കാണ്, അല്ലെങ്കിൽ നോമിനേഷൻ ഫ്രീ വന്നോണ്ടാണ് ഇപ്പോഴും അവിടെ നിൽക്കാനുള്ള ഒരു ഇത് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ശ്രീതു, നല്ല ഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ശ്രീതു പറയും. പിന്നെ ഒന്ന് നന്ദന. ഈ രണ്ടുപേരാണ് നന്ദനയ്ക്കും നന്ദനയ്ക്കും ഓക്കെ പറയാം. ഓക്കെ.